ജ്യോതിപകം ജീവദായകം ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. ലോകമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു. ഘോഷാരവം, പാട്ടുകൾ, ഗാനാലാപങ്ങളെല്ലാം തുടങ്ങി. എല്ലാവരും ക്രിബുണ്ടാക്കാനുള്ള തിരക്കിലാണ്. പലരും ഉണ്ടാക്കിക്കഴിഞ്ഞു. കരോൾ ഗാനങ്ങളുമായി പലരും വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോയി തുടങ്ങി. ചുരുക്കത്തിൽ ലോകം മുഴുവനും സന്തോഷിക്കാനുള്ള ഒരവസരമാണ് ഈ സമയം. കഴിഞ്ഞ 1-ാം തീയതി തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു. എല്ലാവരും ഒത്തിരി ഗ്രൂപ്പുകൾ കരോളിനായിട്ട് ഇറങ്ങുകയാണ്. ഉണ്ണീശോയുടെ രൂപം വഹിച്ചുകൊണ്ടും അതോടൊപ്പം പുതിയ പുതിയ ഗാനാലാപങ്ങൾ തുടങ്ങി ഈ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം. ഒരു കൂട്ടർ നോമ്പാചരണങ്ങൾ തുടങ്ങി. ഒരു കൂട്ടർ എല്ലാം കെട്ടിടങ്ങളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. വീടുകളൊക്കെ അലങ്കരിക്കാൻ തുടങ്ങി. ഇതൊരു സന്തോഷത്തിൻ്റെ വലിയൊരു സമയം തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ ദൈവദൂതൻ ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു സന്ദേശം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നാണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. എന്താണ്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടേണ്ട ആവശ്യം. അതുകൊണ്ട് ഇന്ന് മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, നൊവേനകളിൽ പങ്കുചേരുന്നു, ധ്യാന സെൻറ്ററുകളിൽ പോയി ധ്യാനിക്കുന്നു. കാരണം ഇന്ന് പലതരത്തിലുള്ള ദുഃഖത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, ബന്ധനത്തിൻ്റെ എല്ലാം അടിയിലാണ് ഇന്ന് മനുഷ്യൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വചനം പറയുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷം തരുന്നു. എന്താണ് ആ സന്തോഷം? സ്വർഗത്തിലെ ദൈവം തന്നെ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം തന്നെ മനുഷ്യനേക്കാളും താഴ്ന്ന് ചെറിയവനായിക്കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇതുപോലൊരു ദൈവം വേറെ മറ്റൊരു ജനതയ്ക്കുമില്ല എന്നാണ് വിശുദ്ധർ പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു രക്ഷ ആവശ്യമുണ്ടോ? നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അപ്പം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുകയാണ് നമ്മളൊക്കെ. വ്യത്യസ്തമായ അന്ധകാരം. ഈ അന്ധകാരം എന്താണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട്. എന്താണ് ഈ അന്ധകാരം? അപ്പോൾ നമ്മളൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം വരുന്നില്ല? നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇവിടെ പറയാണ്, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പക്ഷേ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതേസമയത്ത് നമുക്ക് 3-ാം അധ്യായത്തിലൂടെ വായിക്കുമ്പോൾ അറിയാം, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി മുഴുവനും ഫലപുഷ്ടാദികൾ, വൃക്ഷങ്ങൾ എല്ലാം നിറഞ്ഞു, പക്ഷിമൃഗാദികളെല്ലാം നിറഞ്ഞു. അങ്ങനെ
എല്ലാം മനുഷ്യന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമിയിലൊരു വലിയ ചലനം ഉണ്ടാകുകയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് അത് ഫലരഹിതമായി തീർന്നു. അപ്പോൾ രൂപം മാറിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയുടെ രൂപം മാറിപ്പോയത്? അവിടെ പറയുകയാണ് ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. അപ്പം പ്രിയപ്പെട്ടവരെ, അന്ധകാരം നിറഞ്ഞ ഒരു ലോകം അല്ലേ ഇന്ന് നമ്മളെല്ലാവരും ഇന്ന് ദർശിക്കുന്നത്. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം പലതരത്തിലൂടെയുള്ള അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ പറയുന്ന അന്ധകാരത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അന്ധകാരം? എന്താണ് അവിടെ ഒരു ജലപ്പരപ്പ്? ഇവിടെ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുന്ന ഇതാണ്, പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളുമാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, വേശ്യ ഇരിക്കുന്ന ജലപ്പരപ്പ്. അപ്പോൾ എന്താണ് ഒരു അന്ധകാരത്തിൻ്റെ കാരണം? വേശ്യാവൃത്തി, അതായത് ജഡികാസക്തിയിൽ മുഴുകിയിരിക്കുന്ന ജനം. ആ വേശ്യയെക്കുറിച്ച് പറയുന്നത് ഒരാൾ മാത്രമല്ല, ജനങ്ങളും ജനസമൂഹങ്ങളും രാജ്യങ്ങളുമാണ്. അതെ, ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, എവിടെയും ഈ അന്ധകാരശക്തി, ഈ തിന്മ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. എല്ലാ മനുഷ്യരും ഒരുപോലെ ആത്മകഥം ചെയ്യുന്ന ഒരു സത്യമാണ്. എല്ലായിടത്തും സത്യമില്ലാതായിരിക്കുന്നു. വഞ്ചന നിറഞ്ഞിരിക്കുകയാണ്. കാപട്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ജഡികാസക്തി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ലൗകികമായ സുഖത്തിൻ്റെ പിന്നാലെ ലോകം ഇപ്പോൾ ഓടുകയാണ്. പണത്തിൻ്റെ പിറകെ, ജോലിയുടെ പിറകെ, മഹത്വത്തിൻ്റെ പിറകെ, എല്ലാവർക്കും അതുമാത്രം മതി. അപ്പം അങ്ങനെ ലോകത്തിൻ്റേതായ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചെന്താ? ദൈവത്തെ മറന്നു പോകുന്ന ഒരു ജീവിതം, തൻ്റെ സൃഷ്ടാവിനെ മറന്നു പോകുന്ന ജീവിതം. ഇന്ന് മനുഷ്യന് സമാധാനമില്ല. അതുകൊണ്ട് ദൈവദൂതൻ വീണ്ടും പറയുകയാണ്, ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ എന്താണ് മനുഷ്യൻ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? സമാധാനം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. ഒരു സമാധാനമില്ല. കുടുംബങ്ങളിൽ സമാധാനമില്ല, സമൂഹങ്ങളിൽ സമാധാനമില്ല, സഭയിൽ സമാധാനമില്ല, വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല, രാഷ്ട്രീയത്തിൽ സമാധാനമില്ല. അപ്പോൾ എവിടെയും സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ നമ്മളിന്ന് അനുഭവിച്ചറിയുന്നുണ്ടല്ലേ. അപ്പം ഇനി ഇവിടേക്കാണ് ദൈവം പ്രകാശമായി അയക്കുന്ന ആരാണ്? ദൈവം തൻ്റെ ഓമനപുത്രനെ ദൈവം അയക്കുകയാണ്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, ആ വചനം മാംസമായി പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിൽ വന്ന് പിറക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ പിറക്കുന്ന ആ രീതി ഞാൻ ഈ ഇടയ്ക്ക് ധ്യാനിക്കുകയായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ ഉണ്ണി യേശുവിനെ സ്വീകരിച്ചത്? പരിശുദ്ധ അമ്മ പരിശുദ്ധയാണ്, ഒരു മാലിന്യങ്ങളൊന്നും കലരാത്ത വ്യക്തിയാണ്, നന്മയുടെ ഉറവിടമാണ്. എന്നാൽ ദൈവദൂതൻ അരുളി ചെയ്തപ്പോൾ, നിന്നിൽ നിന്നൊരു ശിശു ജനിക്കും, ഗർഭം ധരിക്കും, ഈശോ എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവദൂതൻ വിട്ടുമാറിയില്ല. അമ്മയുടെ ഒരു ഉത്തരം എന്തായിരുന്നു? കർത്താവിൻ്റെ ദാസി. അതെ, ദാസത്തിലേക്ക് താഴ്ന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവദൂതൻ വഴി പരിശുദ്ധാത്മാവ് വഴി പരിശുദ്ധ അമ്മയിൽ ജനിക്കുകയാണ് ഈശോ. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഈശോയെ സ്വീകരിക്കാൻ? നമ്മുടെ ഉള്ളിൽ വന്ന് ജനിക്കണം.
നമ്മുടെ ഹൃദയമാകുന്ന തൊഴുത്തിലാണ് ഇന്ന് യേശു ജനിക്കേണ്ടത്. നമ്മുടെ വലിയ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്. 10,000 പുൽക്കൂടുകളിൽ യേശു ജനിച്ചാലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്ന്. അതെ, നമ്മുടെ ഹൃദയമാകുന്ന ഒരു തൊഴുത്തുണ്ട്. ഈ തൊഴുത്തിൽ പല വ്യക്തിത്വങ്ങളാണ് നമ്മൾ ദർശിക്കാൻ പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അന്ധകാരം നിറഞ്ഞ ഒരു ഹൃദയത്തിലേക്ക് നമ്മളിൽ വന്ന് യേശു ജനിക്കുമ്പോഴാണ് നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷം പൂർത്തിയാക്കേണ്ടത്. ആഘോഷങ്ങളിലോ ആഡംബരങ്ങളിലോ ഒന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് വെറും ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവിധ ആഡംബരങ്ങളുടെയും നടുവിൽ ജനിച്ചു വളർന്നവൻ, സമ്പത്തിൻ്റെ നടുവിൽ ജനിച്ചു വളർന്നവൻ, എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയോട് ഒരു ദിവസം ദൈവം പറഞ്ഞു, നീ ആരെയാണ് സേവിക്കുന്നത്? യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് ഉചിതം? ഉടനെ ഫ്രാൻസിസ് മറുപടി കൊടുത്തു, യജമാനനെ സേവിക്കുന്നതാണ്. എന്നാൽ നീ എന്തിനാണ് ഭൃത്യനെ സേവിക്കാൻ പോകുന്നത്? അതെ, വലിയ മാടമ്പി സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പോയ ഫ്രാൻസിസിന് അതൊരു വലിയ ഉൾക്കാഴ്ച, ഉൾമാറ്റത്തിന് കാരണമായി. അന്ന് ആ മാടമ്പി സ്ഥാനം വേണ്ടെന്ന് വെച്ചുകൊണ്ട് തൻ്റെ സമ്പത്തും തൻ്റെ നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ സ്വത്തും കാര്യങ്ങളെല്ലാം പാവങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തുകൊണ്ട് കുഷ്ഠരോഗിയെ പിടിച്ച് ചുംബിച്ച് ആ കുഷ്ഠരോഗിയിൽ ഈശോയെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. തൻ്റെ ഉടുവസ്ത്രം പോലും പിതാവിന് ഊരിക്കൊടുത്തിട്ട് ഇറങ്ങിത്തിരിച്ച ഫ്രാൻസിസ് പിന്നെ കണ്ടെത്തുകയാണ്, എൻ്റെ യജമാനൻ ആരാണ്. അങ്ങനെ മരുഭൂമിയിലും വനാന്തരങ്ങളിലും എല്ലാം പ്രാർത്ഥിച്ചും പരിത്യാഗം ചെയ്തും പരിഹാരം ചെയ്തും ജീവിച്ച് അവസാനം കണ്ടെത്തി. എവിടെയാണ്? തൻ്റെ ഉണ്ണിയേശു തൻ്റെ ഹൃദയത്തിലുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ചെറുതായപ്പോഴാണ് ഉണ്ണിയേശു ഹൃദയത്തിൽ പിറക്കുന്ന ഒരവസരം കണ്ടായി. ഈ എല്ലാം ഉപേക്ഷിച്ച ഫ്രാൻസിസ് എല്ലാ നേട്ടങ്ങളും മഹത്വങ്ങളും എല്ലാം ഉപേക്ഷിച്ചപ്പോൾ യജമാനൻ തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ആരാണ്? പുൽക്കൂട്ടിൽ ജനിച്ച ആ ഉണ്ണിയേശു. അപ്പോൾ ഫ്രാൻസിസിന് തോന്നി, ഇത് ലോകത്തിന് വെളിപ്പെടുത്തണം. ഫ്രാൻസിസ് ആദ്യമായിട്ട് കുറച്ച് കച്ചിയും കുറച്ച് കഴുക്കോലും ഒക്കെ എടുത്ത് കുറച്ച് ആട്ടിടയന്മാരെയും ആടുകളെയൊക്കെ ഉണ്ടാക്കി ഒരു പുൽക്കൂട് സജ്ജമാക്കിയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. 12-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത് ജീവിച്ച ഒരു ജനം, അന്ധകാരത്തിൽ ജീവിച്ച ഒരു ജനം, സത്യത്തിനും നീതിക്കും സ്ഥാനമില്ലാതിരുന്നൊരു കാലഘട്ടം, ജഡികതയ്ക്കും അഹങ്കാരത്തിനും സ്ഥാനം കൊടുത്തിരുന്നൊരു കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങേണ്ടത് ആദ്യം പൂത്തിരിയോ ബലൂണോ നക്ഷത്രങ്ങളൊന്നും അല്ല. ആദ്യം നമ്മൾ നമ്മുടെ ഹൃദയം, അന്ധകാരം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ പാപങ്ങളെയും മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഈശോയുടെ ആദ്യ പ്രസംഗത്തിൽ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ അനുതപിക്കുക, മാനസാന്തരപ്പെടുത്തുക. അതെ, അനുതാപവും മാനസാന്തരവുമുള്ള ഒരു ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരികയുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു.
അതെ, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അന്ധകാര അവസ്ഥയിൽ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ എന്ന് ദുഃഖിക്കാനുള്ള ഒരു കാലഘട്ടമല്ല. ഇതാ പ്രകാശം കടന്നു വരുന്ന സമയമാണ്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം. പൂജാരാജാക്കന്മാർ അവർ കാത്തിരുന്ന് അവസാനം അവർ കണ്ടെത്തി ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ രാജാതിരാജനായ യേശു പിറക്കുന്നതായിട്ട്. അതെപ്പോഴാണ്? ഒരു അന്ധകാരം, പാതിരാത്രിയിലാണ്. അവർക്കന്ന് വണ്ടിയില്ല. അവർ പാതിരാത്രിയിൽ അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചവർ ആ തണുപ്പത്ത് ഈ രാജാതിരാജനെ അന്വേഷിച്ചവർ ആദ്യം ചെന്നത് രാജകൊട്ടാരത്തിലാണ്. പക്ഷെ അവർക്ക് തെറ്റുപറ്റി. അന്ന് നക്ഷത്രം അവരെ വഴി കാണിച്ചു, അതായത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക്. അതെ, ആ കാലിത്തൊഴുത്തിൽ എന്തായിരുന്നു? കന്നുകാലികൾ വസിക്കുന്ന ആ സ്ഥലം. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മൃഗങ്ങൾ പോലും ചെയ്യാത്ത പാപങ്ങളാണ് നമ്മളും ചെയ്തു കൂട്ടുന്നത്, അല്ലേ? അപ്പം അന്ധകാരം എന്താണെന്ന് നോക്കുക. അപ്പം മൃഗങ്ങൾ പോലും ചെയ്യാത്ത, മൃഗങ്ങൾ പരസ്പരം വ്യഭിചാരം ചെയ്യുന്നില്ല, കുത്തിക്കൊലയില്ല, വഞ്ചനയില്ല, കളവില്ല. അത്രമാത്രം ആ സ്ഥലത്തേക്ക് ഈ രാജാക്കന്മാർ കടന്നു ചെല്ലുന്നു. അവർ ഉണ്ണീശോയ്ക്ക് കൊടുത്തത് എന്താണ്? അവർ വെറും കൈയോടെയല്ല പോയത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമുള്ള സ്വർണം, പിന്നെ കുന്തിരിക്കം, മീറ, ഇതെല്ലാമാണ് അവർ ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുപോയത്. അവർ ഉണ്ണീശോയ്ക്ക് തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവർ സ്വർണവും കുന്തിരിക്കവും മീറയും സമർപ്പിച്ചത്. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അവർ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പിറക്കാൻ പോകുന്ന ഉണ്ണീശോയ്ക്ക് എന്താണ് കൊടുക്കാനായിട്ട് നമുക്കുള്ളത്? ഒരു സമർപ്പണം നമുക്ക് ആവശ്യമുണ്ട്, അല്ലേ? അപ്പം കൊടുക്കാനായിട്ട് പോവുക. ആട്ടിടയന്മാർക്കാണ് പിന്നീട് ഒരു ദർശനം കിട്ടിയതല്ലേ. അവർക്ക് എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത മനുഷ്യൻ. അവർക്ക് കൊടുക്കാനുള്ളത് എന്താ? ചിലപ്പോൾ ആടിനെ നോക്കുന്നവർ, ആട്ടിൻ്റെ പാലായിരിക്കും. അങ്ങനെ ഒരു ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ആട്ടിൻ പാല് ആണ് മാതാവിനോ ഒക്കെ യോസേപ്പ് പിതാവിനൊക്കെ കഴിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? ഒന്നുമില്ലാത്ത ആ രാത്രിയിൽ. അപ്പം പ്രിയപ്പെട്ടവരെ, തങ്ങൾക്കുള്ളതിനെ അവർ കൊടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിൽ പിറക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് നാം എന്താണ് സമ്പാദിച്ചത് അതിൻ്റെ ഒരംശം കൊടുക്കുക, ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരുക്കുക, കൊടുക്കാനായിട്ട് ഒരുങ്ങുക. രണ്ടാമത് പാപം, ഇരുട്ട്. ഈ ഇരുട്ട് എങ്ങനെ മാറും? ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിലാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വേണമെങ്കിലും നമുക്ക് ആഘോഷങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? ലക്ഷങ്ങൾ മുടക്കി നമുക്ക് ആഘോഷങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ സഹോദര സ്നേഹം നമ്മളിലുണ്ടോ? ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്, അല്ലേ? കയറിയിറങ്ങി മിണ്ടാനും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? പലരും പറയുന്നുണ്ട് എനിക്ക് ആരോടും ഇല്ല. പക്ഷെ ഈശോ പറയുന്നു നിനക്കാരോടും വേണ്ട, നിന്നോട് ആർക്കെങ്കിലും ഉണ്ടോ എങ്കിൽ നീ ആ കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് പോയി അവരുമായി രമ്യതപ്പെട്ടിട്ട് വരിക, എങ്കിൽ മാത്രമേ നീ സമർപ്പിക്കുന്ന കാഴ്ചവസ്തു ഞാൻ സ്വീകരിക്കുകയുള്ളൂ. യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഞാൻ പ്രകാശത്തിലാണെന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രകാശത്തിലാണോ? അപ്പം പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇരുട്ട് മാറ്റുക. ഇരുട്ട് എന്താണ്? മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, അസൂയ, കപടത. ഇങ്ങനെ എൻ്റെ സഹോദരൻ എന്നെക്കാൾ ഉയരാൻ പാടില്ല, എൻ്റെ സഹോദരൻ അവൻ മോശമാണ്, അങ്ങനെ കുറ്റം വിധിക്കുന്ന തിന്മയുടെ ആ അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തികൾ ഒരിക്കലും യേശു ക്രിസ്തു തൻ്റെ ഉള്ളിൽ വസിക്കുന്നത് അറിയുന്നില്ല, അവരനുഭവിക്കുന്നില്ലെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? സഹോദരങ്ങളെ സ്നേഹിക്കുക. അല്ലാണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ നമുക്കൊരനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല.
അനുഭവം വരണമെങ്കിൽ നമുക്ക് സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. അപ്പം ഇന്ന് ചില പള്ളികളിലൊക്കെ 4 തിരികൾ കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ 4 തിരികൾ കത്തിക്കുന്നത്? അപ്പോൾ ഒരു തിരി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന പ്രതീക്ഷയാണ്. ഇതാ ദൈവം വരും, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരവുണ്ട്, എല്ലാ തടസ്സങ്ങൾക്കും മാറ്റി ഇതാ ദൈവം നമ്മളെ മോചിപ്പിക്കാൻ വരുന്നു. അപ്പം അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനം. രണ്ടാമത്തെ തിരി സൂചിപ്പിക്കുന്നത് സ്നേഹമാണ്. അതിൽ ക്ഷമിക്കുന്ന സ്നേഹം. അതെ, സഹോദരങ്ങളോട് ക്ഷമിക്കുക. സഹോദരങ്ങളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തത് സമാധാനമാണ്. അതെ, നമ്മുടെ ഉള്ളിലെ വെറുപ്പും പാപ ആസക്തികളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, സമാധാനം നേരെ നമ്മുടെ ഉള്ളിലേക്ക് വരും. സമാധാനം. പിന്നെ എന്താണ്? സന്തോഷം. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സമാധാനവും നഷ്ടപ്പെട്ടു, സന്തോഷവും നഷ്ടപ്പെട്ടു, അല്ലേ? പൊട്ടിച്ചിരി ഇല്ലെന്നായ ഒരു കാലഘട്ടമാണ്. ഇപ്പം പൊട്ടിച്ചിരിക്കൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചിരി പല കോഴ്സുകളിലൂടെയൊക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ചിരിക്കാൻ പറ്റത്തില്ലാത്ത മേഖലകൾ അത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കും ആ പൊട്ടിച്ചിരിയും സന്തോഷവും ഉണ്ടാകും. ഫ്രാൻസിസ് അസിസി എന്നും പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, അന്ധകാരം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിലേക്ക് ദിവ്യമായ പ്രകാശം ചൊരിയണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പലപ്പോഴും പാപബോധം ഇല്ല. എന്നിൽ അന്ധകാരം ഉണ്ടോ? അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്തത്, അവരത് നോക്കട്ടെ കേട്ടോ. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ജനമായി മാറിയിരിക്കുകയാണ്. അപ്പം മറ്റുള്ളവരിലേക്ക് നമ്മളെ കൊടുക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ നന്മ നമ്മൾ പറയുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കൃപ നമ്മിലേക്ക് വരുന്നതനുസരിച്ച് കൃപ നമ്മളിലേക്ക് വരുന്നു. കൃപ അനുസരിച്ച് നമ്മളിലേക്ക് ഈശോ രാജാവായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 4 തിരി കത്തിച്ചു വെച്ചിട്ടല്ല കാര്യം. സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുന്നുണ്ട്. ഈശോ പറയാ, എല്ലാവരെയും സ്നേഹിച്ചു, പക്ഷെ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ മതി, അതൊരു അന്ധകാരമാണ്. അവിടെ എങ്ങനെ ഈശോ വന്ന് പിറക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷത്തിനെങ്കിലും നമ്മൾ ഒത്തിരി പരിഹാരം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗം വെക്കുന്നുണ്ട്. ചിലർ മദ്യപാനം മാറാൻ വേണ്ടി നോമ്പെടുക്കും. നോമ്പ് കഴിയുമ്പോഴേ അവർ പഴയ ജോലി തന്നെ തുടരും. അതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? അപ്പം അന്ധകാരത്തിലേക്ക് ഇതാ ഒരു പ്രകാശം ഉദിക്കുന്നു. അത് ദൈവം നല്ലതാണെന്ന് അംഗീകരിച്ചു. അപ്പം നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അന്ധകാരം നിറഞ്ഞ പാപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ? ഏതെങ്കിലും ഒരു തിന്മയുടെ അടിമത്തത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? അത് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധി ചെയ്യാനായിട്ട് നമുക്കൊന്ന് പ്രത്യേകമായിട്ട് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. ഈശോ പറയാണ്, ഞാൻ സകലത്തിൻ്റെയും നാഥനും ദൈവവുമാണ്. ഞാനല്ലേ നിങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. അതെ, നിയമാവർത്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്, ഞാനാണ് വലിയ ഉപദേഷ്ടാവ്, ഞാനാണ് ദൈവിക പ്രതിച്ഛായയാകുന്നു, സൃഷ്ടിയുടെ ഉറവിടവും മനുഷ്യരാശിയുടെ എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ ദൈവത്തെ നമ്മൾ ദൈവമായിട്ട് കാണുക ആദ്യം. പലരും ഒരു ഉണ്ണീശോയെ വെറും ഒരു ഉണ്ണിയായിട്ട് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഉണ്ണിയിലൊരു വലിയ ദൈവമാണുള്ളത്. ആ ദൈവത്തെ നമുക്ക് കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിരിക്കട്ടെ നമ്മുടെ സന്തോഷം, അതിനായിരിക്കട്ടെ ഈ നോമ്പ് കാലത്ത് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും ദുർബലരും ബലഹീനരുമാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് തന്നെ നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. ഈശോയെ, എൻ്റെ ഹൃദയം പാപ അന്ധകാരത്തിലാണെന്ന് എനിക്കൊരു ബോധ്യം പോലും തരുന്നില്ല, കിട്ടുന്നില്ല ഈശോയെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണം. 31:1 പറയുന്നുണ്ട്, ജലത്തിന് മീതെ പരിശുദ്ധാത്മാവ്, ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് കടത്തിവിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അന്ധകാരവും ഇരുട്ടും മാറ്റുവാൻ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് വരണമേന്ന്
നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ രാജ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ രാഷ്ട്രങ്ങളെ, ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ വർഷത്തെ ക്രിസ്മസ് ഒരു സമാധാനത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ഒരു ആഘോഷമായി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.